ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ചോറാണ്. ചെമ്മീൻ ചോറ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണി പോലെയൊന്നുമല്ല കേട്ടോ. നമുക്ക് കുറച്ചിങ്ങനെ മടിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കാതെ കുറച്ച് ചെമ്മീനോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ റെസിപ്പിനെ ചിക്കനിലൊക്കെ ചെയ്യാട്ടോ, ഇനിയിപ്പോൾ അതുപോലെ പനീറിലൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ചെമ്മീൻ ചോറ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് നമ്മളൊരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നാടൻ രുചിയാണ് ഇതിന് വേണ്ടതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. വേണമെങ്കിൽ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം, പക്ഷേ വെളിച്ചെണ്ണയുടെ ഫ്ലേവറാണ് ശരിക്കും മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ഏറെ വെളിച്ചെണ്ണ ഒഴിക്കുക, കാരണം നമ്മളിതിൽ ആദ്യം ചെമ്മീൻ്റെ ഒരു മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് നന്നായി മൂക്കണം. പച്ചമുളകിൻ്റെ ഫ്ലേവർ ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നിറയണം. അപ്പോഴാണ് ശരിക്കും ആ പച്ചമുളക് മൂത്തതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ശരിക്കും നമുക്ക് പിന്നീട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് 2 വലിയ സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒരുപാട് വാടി നമ്മളെ ബിരിയാണി മസാല പോലെ ഇങ്ങനെ നന്നായി ബ്രൗണായി വരണ്ട, എന്നാലും ഒരുവിധം നന്നായി വാടണം. അതുവരെ നമ്മളിത് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്താൽ മതി. പക്ഷെ അത് ഇപ്പോഴല്ല ചേർക്കേണ്ടത്. നമ്മൾ പച്ചമുളക് ചേർത്ത സമയത്ത് തന്നെ അതിലേക്ക് 20 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ശരിക്കും നല്ല മൂത്തിട്ടുള്ള ഫ്ലേവർ ഇങ്ങനെ വരുള്ളൂ. പക്ഷേ നമ്മൾ പേസ്റ്റ് ആകുമ്പോൾ ഈ വഴന്ന സവോളയോടൊപ്പം പെട്ടെന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി സവോളയും നന്നായി വാടിയതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുളക് പൊടിയും 1.5 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് മുളകിനും ചോറിനും എല്ലാത്തിനും ചേർത്തിട്ടാട്ടോ നമ്മൾ ഇത്ര ചേർക്കുന്നത്. കാരണം നമ്മളിങ്ങനെ വെറുതെ കോരി കഴിക്കുന്നത് കൊണ്ട് അധികം എരിവായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി അധികം ചേർക്കരുത്. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഏകദേശം 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ നിറച്ചും വേണ്ട. പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയും ഇതുപോലൊരു 3/4 ടീസ്പൂൺ മതി. ഗരം മസാല ഫ്ലേവറും നമുക്ക് നന്നായിട്ട് വേണ്ട. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ബിരിയാണിയിലോട്ട് പോകും. പക്ഷെ നമുക്കതല്ല വേണ്ടത്, നമുക്ക് ചെമ്മീൻ ചോറാണ് വേണ്ടത്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഗരം മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, ഇത് 4 മാത്രം ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കാരണം പിന്നെ നമ്മൾ ജാതിക്ക, ജാതിപത്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴൊക്കെ ആ ബിരിയാണി ഫ്ലേവറിലേക്ക് ഇങ്ങനെ പതുക്കെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം 3 ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പൊടിച്ചതില്ലെങ്കിൽ നിങ്ങളത് 4 ചേർത്തിട്ട് പൊടിക്കുക. അങ്ങനെ പൊടികളെല്ലാതും മൂത്ത് കഴിഞ്ഞാൽ നമ്മൾക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് തൈരായിരിക്കണം. അതായത് ഒരുപാട് പുളിയുള്ള തൈരാവരുത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുന്ന തൈരുണ്ടല്ലോ, അധികം പുളിക്കാത്ത നല്ല രുചിയുള്ള തൈര്, അങ്ങനത്തെ തൈര് നമുക്ക് ഏകദേശം 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈര് ഉള്ളെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് പിന്നെ 1 തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ തക്കാളിയല്ല തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തൈര് നന്നായി എണ്ണ തെളിഞ്ഞു വരണം. അപ്പോഴാണ് തൈരിൻ്റെ രുചി ഈ മസാലയുടെ ഒപ്പം ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ചെമ്മീൻ ചോറിന് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം തിളപ്പിച്ച് ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് വരെ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതിന് മുമ്പ് നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് പെട്ടെന്ന് തൈര് ചേർത്ത് ഇളക്കി പിന്നെ നമ്മൾ ചെമ്മീനൊക്കെ ചേർത്ത് വന്നാൽ നമുക്കിതിൻ്റെ യഥാർത്ഥ രുചി കിട്ടില്ല. ഇതിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ തൈര് മൂത്ത് വരും. ഇന്നിപ്പോൾ നമ്മുടെ തൈരൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ചെമ്മീനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെമ്മീൻ വേവിക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം വേവിക്കാൻ. പെട്ടെന്ന് മസാല നമുക്ക് ചെമ്മീൻ നന്നായിട്ട് പിടിക്കണം. പിന്നെ വെള്ളം ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ വെള്ളം ചേർക്കാതെ നമ്മൾ ചെമ്മീൻ വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഇത് ചെമ്മീനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്.
അപ്പോൾ നമ്മൾ ചോറ് ഇങ്ങനെ കുഴഞ്ഞിരിക്കാൻ ഒരല്പം ചാറുള്ളത് നല്ലതാണ്. പിന്നെ ചെമ്മീൻ അധികം വേവൊന്നുമില്ലല്ലോ, 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെമ്മീൻ വെന്ത് കിട്ടും. അതിന് ശേഷം നമ്മൾ ചേർക്കുന്ന ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പുഴുങ്ങലരി ചോറാണ് ചേർക്കുന്നത്. നിങ്ങൾ ഏത് ചോറാണ്, അത് ജയാണ് ഞാൻ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഏതാണോ ചേർക്കുന്നത്, ചമ്പാവരി ചോറ് എന്തായാലും അത് ചേർത്ത് കൊടുക്കുക. അല്ലാതെ ബിരിയാണി റൈസോ അല്ലെങ്കിൽ പൊന്നിയോ ഒന്നുമല്ല ചേർക്കേണ്ടത്. നമ്മൾ സാധാരണ പുഴുങ്ങലരി ചോറ് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. പിന്നെ നമ്മളിതിൽ പുതിനയിലൊന്നും ചേർക്കരുത്, എന്നാലും കുറച്ച് മല്ലിയില നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ പുതിനയിലയുടെ ഫ്ലേവർ ഒന്നും പാടില്ല. കാരണം ഈ ചെമ്മീൻ ചോറ് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ ചെമ്മീൻ റോസ്റ്റിൽ ചോറ് ചേർത്ത് കഴിക്കുന്ന പോലെ അല്ല, ശരിക്കും അങ്ങനെയല്ല. നമ്മളിങ്ങനെ ചോറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാൽ ബിരിയാണിയുടെ ടേസ്റ്റും അല്ല. നമുക്ക് ഇനി ഇതിൻ്റെ ഒപ്പം തൈരോ അച്ചാറോ ഒന്നും വേണമെന്ന് തോന്നില്ല. വെറുതെ ഇത് നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് കോരി കഴിക്കുക അല്ലെങ്കിൽ കൈ വെച്ച് കഴിക്കും. അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് ഈ ചെമ്മീൻ ചോറ്. നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. ചോറിൽ നന്നായിട്ട് ഈ മസാല പൊതിയണം, എന്നാലേ ചോറ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പ് നോക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഉപ്പ് ഇതുവരെ ചേർത്തുണ്ടായിരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ഇതുവരെ ചേർക്കാതിരുന്നത്. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർക്കണം കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും കുറച്ച് നേരം കൂടെ മൂടി വെക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലേവർ ഇങ്ങനെ എല്ലായിടത്തേക്കും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ചെമ്മീൻ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് നെയ്മീൻ പോലെയുള്ള ദശക്കട്ടിയുള്ള മീൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇതേ മസാലയിൽ തന്നെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ചിക്കനിൽ ചെയ്യാം, മട്ടനിൽ, ബീഫിലൊക്കെ നമുക്ക് ഈ ചെമ്മീൻ ചോറ് ചെയ്യാം. ഇതൊരു വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇനി വെജിറ്റേറിയൻസിന് കോളിഫ്ലവർ, പിന്നെ പനീർ, പൊട്ടറ്റോ ഇതിലെല്ലാതും ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ മഷ്റൂം, അങ്ങനെ വെജിറ്റേറിയൻസ് ഇഷ്ടമുള്ളത് ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് ഈ ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈ ചെമ്മീൻ ചോറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കിയുള്ള വീഡിയോസ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായും പറയണം. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.